മമ്മൂട്ടിൻ്റെ കലംകാവൽ കണ്ടിട്ട് ഇറങ്ങി വരികയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ നെഗറ്റീവ് കഥാപാത്രം തന്നെ കേട്ടോ. അതായത് നമ്മൾ ആസിഫ് അലിൻ്റെയും പാർവതിൻ്റെ ഉയരല്ലേ, അതേപോലെ തന്നെ മമ്മൂട്ടിൻ്റെ പുഴു, ഇതിലൊക്കെ ഭയങ്കര നെഗറ്റീവ് റോളല്ലേനോ. ആ ഒരു നെഗറ്റീവ് റോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് കൊടുക്കാമെന്ന് തോന്നും. അമ്മാതിരി നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഫീലിങ്ങുള്ള ഒരു നെഗറ്റീവ് റോളാണ് ഉയരയിലും വന്നിട്ടുള്ളത്, പുഴുവിലും വന്നിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ഒരു സ്കെച്ച് നെഗറ്റീവ് റോളാണ് മമ്മൂട്ടി ഈ ഒരു കലംകാവലിൽ കൈകാര്യം ചെയ്യുന്നത്. പക്കാ നെഗറ്റീവ് റോൾ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇതാക്കാൻ തോന്നും. അമ്മാതിരി നെഗറ്റീവ് റോൾ, അതായത് മമ്മൂട്ടിൻ്റെ അഭിനയം, ആ ഒരു അഭിനയത്തിൻ്റെ ഊക്കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. അമ്മാതിരി അഭിനയം മമ്മൂട്ടി ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് വർഗീയ കലാപം നടക്കുകയാണ്. ആ ഒരു വർഗീയ കലാപത്തിൻ്റെ ഇടയ്ക്ക് വിനായകൻ കേസ് അന്വേഷണമായിട്ട് വന്നിട്ട് അതാണ്ട് മമ്മൂട്ടി നമുക്ക് നായകനാണോ വില്ലനാണോന്ന് അറിയാൻ സാധിക്കില്ല. എന്നിട്ട് വിനായകനുണ്ട് തമ്മിലുള്ളൊരു ബോണ്ടും തമ്മിലുള്ളൊരു കണക്ഷനും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ചില ട്വിസ്റ്റും ക്ലൈമാക്സൊക്കെയാണ് ഈ ഒരു പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു നോർമലായിട്ട് പോയി, ഒരു സാധാ സ്റ്റോറി പോലെ, അതിൽ പ്രത്യേകിച്ച് ട്വിസ്റ്റോ ക്ലൈമാക്സ് ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്തുള്ള ആ ഇൻ്റർവെൽ സീൻ ഉണ്ട് മോനെ, അവിടുന്നാണ് പടം കത്തുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫാണ് കത്തിയിട്ട് പടം കയ്യോളം കത്തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ട്വിസ്റ്റോട് ട്വിസ്റ്റ് നമുക്ക് സാധാരണ നിങ്ങൾ കാണുന്ന പോലെ കണ്ണൂർ സ്ക്വാഡിൻ്റെ പോലെ ഒരു പോലീസ് പടം അല്ലത്. ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. ആ ഒരു ക്യാരക്ടേഴ്സ് ഈ പടത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ വിനായകൻ്റെ ആ ഒരു അന്വേഷണം വെറുതെക്ക് എത്തിച്ചേരുകയാണ്. ഒരു വർഗീയ കലാപം അന്വേഷിക്കാൻ വന്ന വിനായകൻ അവിടെ നടത്തുന്ന സീരിയൽ കില്ലർ കൊലപാതകത്തേക്ക് എത്തുന്നതാണ് ഈ ഒരു ഇതിൻ്റെ സ്റ്റോറി. ഒരു ക്രൂരനായ സൈക്കോപാത്ത് നടത്തുന്ന സീരിയൽ കില്ലിംഗ് ആണ് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി ഹൈലൈറ്റ്. കൂടുതൽ ഈ ഫിലിമിൻ്റെ സ്റ്റോറി പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം പിന്നെ വന്ന് കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി എക്സ്പീരിയൻസാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മമ്മൂട്ടിൻ്റെ ആ നെഗറ്റീവ് റോൾ അതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കുറച്ച് ക്യാരക്ടേഴ്സ് ഓവറായിട്ട് കുറേ ക്യാരക്ടേഴ്സൊന്നുമില്ല, പക്ഷേ മമ്മൂട്ടിൻ്റെ ആ സീരിയൽ കില്ലിങ്ങും തുടർന്ന് വിനായകൻ നടത്തുന്ന അന്വേഷണവും പിന്നെ നടക്കുന്ന കുറച്ച് ഞെട്ടിക്കുന്ന ട്വിസ്റ്റും ക്ലൈമാക്സും ഉണ്ട്. അവിടെയാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ സ്ത്രീകൾ പ്രത്യേകമായിട്ട് പോയി കാണേണ്ട ഒരു ഫിലിമാണിത്. കാരണം ഇന്നത്തെ ചതിക്കുഴിയിൽ എങ്ങനെ വീഴും, പലതരത്തിലുള്ള വാർത്തകൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പേപ്പറിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതെ നോക്കേണ്ട ബാധ്യത ഇന്നത്തെ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഫാമിലീസൊക്കെ എടുത്തു പോയി കാണേണ്ട ഒരു ഫിലിമാണ് കലംകാവൽ. കാരണം അങ്ങനെ ഒരു മെസ്സേജും ഇത് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിടിലൻ ക്ലൈമാക്സും ട്വിസ്റ്റും അങ്ങനെ പോയിട്ട് ലാസ്റ്റ് പടം എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ക്ലൈമാക്സാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. എന്തുകൊണ്ട് തന്നെയല്ല ഒരു രക്ഷയില്ല. മമ്മൂട്ടി ആയാലും വിനായകനായാലും ഒക്കെ അടിപൊളിയായിട്ട്, രജിഷ വിജയനൊക്കെ ഉണ്ടാകും, ഒക്കെ ഒരു ചെറിയ റോളേ ഉള്ളൂ. അങ്ങനെ സ്ത്രീകളിങ്ങനെ മാറി വരുന്നൊരു സൈക്കോപാത്ത് രൂപത്തിലുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള റോളും കാര്യങ്ങളൊക്കെ പരിമിതി ഉണ്ട്, കുറവാണ്. പക്ഷേ മമ്മൂട്ടി വിനായകനും തകർത്ത് തരിപ്പണാക്കിട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം, തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ബാച്ചിലേഴ്സിന് മാത്രമുള്ള ഫാമിലി സ്റ്റോറി അല്ലെങ്കിൽ കൂടി ഫാമിലീസിനുള്ളൊരു മെസ്സേജ് ഈ ഒരു ഫിലിമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫാമിലീസും തീർച്ചയായിട്ടും പോയി കാണാം. നോക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ കൊണ്ടും കാണാം.